ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. രണ്ട് ലീഡർമാരുടെ ഈ ഹൈറച്ച് തട്ടിപ്പിനെ കുറിച്ചുള്ള നിരീക്ഷണം, അവർ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ആണ് ഈ വീഡിയോ. നമുക്കറിയാം, ഹൈറച്ചി എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് കമ്പനിക്ക് വന്നിരിക്കുന്നത് ഒരു പ്രതിസന്ധിയാണ് എന്നാണ്. ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്, കമ്പനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ് എന്നാണ് നമ്മുടെ വലിയ ലീഡറായ, മലപ്പുറത്ത് നിന്നുള്ള വലിയ ലീഡറായ അദ്ദേഹം പറയാറ്. എന്നാൽ ആ ഒരു പ്രതിസന്ധിയെ അതുപോലെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വടകരയുള്ള ഒരു ലീഡർ. വടകരയുള്ള ലീഡറാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് എല്ലാ കോടതിയിലുമുള്ള കേസുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അറിവുള്ള ഒരാളാണ്. ഏതൊക്കെ കോടതിയിൽ ഏതൊക്കെ കേസ് ഏതൊക്കെ സമയത്ത് വീകുന്നുണ്ടോ ആ സമയത്ത് തന്നെ അദ്ദേഹം അറിയുകയും അത് അന്നേരം തന്നെ ഗ്രൂപ്പുകളിൽ പൊതുജന താല്പര്യാർത്ഥം അദ്ദേഹം ഷെയർ ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. എന്നാൽ ഇന്നലെ പറഞ്ഞത് കുറച്ച് കടന്ന കൈയായി പോയി എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. എന്തായാലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഓൻ ഫോൺ എടുക്കില്ല, പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റും. ഓൻ എൻ്റെ വാട്സപ്പും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ആണെങ്കിൽ ഗ്രൂപ്പിൽ കയറ്റുന്നുമില്ല, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം പറയുകയാണ്, സാമ്പത്തിക കുറ്റകൃത്യത്തിൽപ്പെട്ട ഒരു കമ്പനിയുടെ കേസ് അവസാനിക്കണമെങ്കിൽ 10-14 വർഷം എടുക്കണമെന്ന്. സാമ്പത്തിക കുറ്റകൃത്യത്തിൽപ്പെട്ട ഒരു കമ്പനി, അമ്പട പുളുസു. അപ്പൊ നിനക്ക് മനസ്സിലായിരിക്കുന്നു അല്ലേ, സാമ്പത്തിക കുറ്റകൃത്യത്തിൽ തന്നെയാണ് ഹൈറച്ച് പെട്ടിരിക്കുന്നത് എന്ന്. ഇതൊന്ന് പറഞ്ഞിട്ട് നിന്നോടൊന്ന് നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാലും നീ ഫോൺ എടുക്കൂല, എന്താ ചെയ്യുക? എത്ര തവണ അയ്യൂബ് ഖാനൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ, തട്ടിപ്പെന്നോ സാമ്പത്തിക കുറ്റമെന്നോ പ്രതാപനെയോ ശ്രീനെയോ ഹൈറച്ചിനെയോ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഇതിപ്പോൾ ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നീ ഇപ്പോൾ സാറ് എന്നൊക്കെ വിട്ടിട്ട് ഇപ്പോൾ KD പ്രതാപൻ എന്നൊക്കെ പേരൊക്കെ വിളിക്കാനായി നീ അല്ലേ. ഇപ്പം പേരാണ് വിളിക്കാറ്. ഒരാൾ ജയിലിലായിന്ന് വിചാരിച്ചിട്ട് അയാളിങ്ങനെ ബഹുമാനമില്ലാതെ ഒന്നും വിളിക്കാൻ പാടില്ല കേട്ടോ. അദ്ദേഹം വലിയ തട്ടിപ്പുകാരനായിരിക്കും, പക്ഷേങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു കുറച്ചെങ്കിലും അന്നം തന്നതല്ലടോ. എത്ര ആൾക്കാർക്ക് സ്വപ്നം കാണാനുള്ള ഫ്രീ പാസ് എന്നതാണ്. എത്ര ആൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പ് കൊണ്ട്. അന്നമ്മയാണ്, ചിന്നമ്മയാണ്, കുഞ്ഞമ്മയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് പറയുന്നവരെ ചീത്ത പറഞ്ഞാലും മാത്രം മതിയില്ല. സ്വയം ഒരു ബഹുമാനമൊക്കെ കാണിക്കണം. ഇപ്പോൾ ഇവന് പേര് വിളിക്കാൻ തുടങ്ങി. ഏട്ടാന്നോ, ഞാനടക്കം ശ്രീന മാഡം എന്ന് ഞാൻ വിളിക്കാറ്. ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഞാനായിരിക്കും, പക്ഷേങ്കിൽ ഞാൻ ചീന മാഡം, ശ്രീന മാഡം എന്നൊക്കെ വിളിക്കാറുള്ളൂ. ഞാൻ ഇപ്പം കൂടി വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇതിപ്പം വന്ന് നമ്മളെക്കാട്ടി വലിയ നെഗറ്റീവാണല്ലോ താൻ. ഇതൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. ഇനി മറ്റേ ഡയലോഗ് അടിക്കരുത്, നമ്മളും ചോറ് തന്നെയാണ് വയ്ക്കുന്നത്. ബൈ.